ഫറൂഖ് കോളേജ് ടൗൺഷിപ്പിൽ ഇപ്പോൾ കൂടുതൽ വികസനം നടക്കുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്താണ്. പരുത്തിപ്പാറ റോഡ് എന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നു. ഇവിടെ ഒരു സുന്നിപ്പള്ളിയുമുണ്ട്. ഇവിടെ ഒരു ചെറിയ അങ്ങാടിയും വികസിച്ചു വന്നിട്ടുണ്ട്. ജൂബിലി ഹെൽത്ത് സെൻറ്റർ ഇവിടെയാണ്. അതുപോലെ ചാലിയാർ പുഴയിലേക്ക് ഇവിടെ നിന്ന് ചെറിയൊരു റോഡ് പോകുന്നുണ്ട്. ആണ്ടിക്കാടൻ കുഴിയിൽ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. നൂറുൽ ഹിദായ മദ്രസ ഇവിടെയാണുള്ളത്. അതുപോലെ ഷംസുൽ ഉലമ വിമൻസ് ആർട്സ് കോളേജും ഇവിടെയുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റ് കെയർ സൊസൈറ്റിയും ഇവിടെ പ്രവർത്തിക്കുന്നു. സുന്നി ഇഫ്താറും സുന്നി കോൺഫറൻസും ഇവിടെ നിന്നാണ് ഓർഗനൈസ് ചെയ്യുന്നത്. കുഞ്ഞാർമുട്ടി മുസ്ലിയാർ സ്റ്റഡി സെൻറ്റർ ഇവിടെ ഉണ്ടാക്കുന്നു. KMCCയുടെ മയ്യത്ത് പരിപാലന കേന്ദ്രവും ഇവിടെയുണ്ട്. വാദി നിബ്രാസ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ബോർഡും കാണുവാൻ പറ്റി. ഡോക്ടർ AK അബ്ദുൽ ഹമീദ് സാഹിബിനെ പോലെയുള്ള സുന്നി നേതാക്കന്മാർ ഇവിടെ താമസിക്കുന്നു. സെയിൻ അക്കാഡമി പോലെയുള്ള ട്യൂഷൻ സെൻ്ററുകളും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ നിന്നും യത്തീംഖാനയിലേക്കുള്ള റോഡിൽ കോളേജ് ജുമാ മസ്ജിദ് കാണുവാൻ പറ്റും. അറബിക് കോളേജും ഇവിടെയാണ്. ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും ഈ പ്രദേശത്താണ്. ഫറൂഖ് LP സ്കൂളും പൗരാണികമായ ഒരു കെട്ടിടമാണ്. രാജാസ് ഹോസ്റ്റൽ പോലെ അറിയപ്പെടുന്ന ഹോസ്റ്റലുകളും ഇവിടെ കാണുവാൻ പറ്റും. യുവത ലൈബ്രറിയിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. കോഴിക്കോട് ടൗണിൽ നിന്നുള്ള ബസ്സുകൾ മെയിൻ ഗേറ്റിൽ എത്തിച്ചേരുന്നു. കാരാട് സ്റ്റോപ്പിൽ നിർത്തുന്ന ബസ്സുകളുമുണ്ട്. രാജാ ഗേറ്റ് എന്നാണ് പ്രധാന ഗേറ്റ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു വലിയ ലൈബ്രറിയുമുണ്ട്. അൽഫാറൂഖ് കോളേജും ഇവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ഇക്ബാൽ ഹോസ്റ്റലിൻ്റെ ഗേറ്റും ഇവിടെ കാണുവാൻ പറ്റും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അലുമിനി സെൻറ്റർ കെട്ടിടത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. കോളേജിലെ അലുമിനി ആയിരുന്ന PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ അറിയപ്പെടുന്ന പിന്നണി ഗായിക സിത്താരയും കോളേജിൻ്റെ അലുമിനിയാണ്. സ്വകാര്യ മേഖലയിൽ ഒരു സ്കിൽ ട്രെയിനിങ് സെൻറ്ററും ഇവിടെയുണ്ട്. ക്യാമ്പസിനകത്ത് ധാരാളം ബോർഡുകൾ സ്ഥാപിച്ച് വിവിധ കെട്ടിടങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്നുണ്ട്. ഡോക്ടർ മൂപ്പൻസ് കമ്പ്യൂട്ടർ സെൻറ്റർ പോലെയുള്ള ബിൽഡിങ്ങുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. സ്വീറ്റ് ഹോം പോലെയുള്ള ബേക്കറികളും റെസ്റ്റോറൻറ്റുകളും ഇവിടെ കാണുവാൻ പറ്റും. BBC കഫേയും മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ്. ക്യാമ്പസ് കഫേയും ഇവിടെയുണ്ട്. ക്വാളിറ്റി റെസ്റ്റോറൻറ്റും കാണുവാൻ പറ്റും. ഡോക്ടർ KA ആയിഷ സ്വപ്ന പ്രിൻസിപ്പലായി ചാർജ് എടുത്തതിന് ശേഷം കോളേജിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ NAC അക്രഡിറ്റേഷൻ A++ ഇപ്പോൾ ഫറൂഖ് കോളേജിന് ലഭിച്ചിട്ടുണ്ട്.